ജെയിംസ് ബോണ്ടിന്റെ കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ബ്രാൻഡാണ് ആസ്റ്റൺ മാർട്ടിൻ. ആസ്റ്റൺ മാർട്ടിന്റെ DB5 ആയിരുന്നു ആദ്യമായിട്ടൊരു ബോണ്ട് മൂവിയിൽ യൂസ് ചെയ്ത കാർ. 1964 ഇറങ്ങിയ ഗോൾഡ് ഫിംഗറിലാണ് ഈ വണ്ടി യൂസ് ചെയ്തത്. ഇതിനുശേഷം 8ഓളം ബോണ്ട് മൂവീസിൽ ഈ വണ്ടി പിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ DB സീരീസിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള DB12 ആണ് ഇന്ന് എന്റെ കയ്യിലുള്ള കാർ. സൂപ്പർ കാർ ലെവൽ പെർഫോമൻസ് വരുന്ന ഒരു ഗ്രാൻഡ് ടൂറർ കാർ ആയതുകൊണ്ട് തന്നെ ആസ്റ്റൺ മാർട്ടിൻ ഇതിനെ ഒരു സൂപ്പർ GT എന്നാണ് വിളിക്കുന്നത്. 2016 മുതൽ 23 വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്ന DB11 റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ DB12 വന്നിരിക്കുന്നത്. DB11 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ്, അഗ്രസീവ്, ഷാർപ്പർ ആൻഡ് ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ DB12. 671 HP പവർ ഔട്ട്പുട്ട് ഉള്ള ഒരു 4 ലിറ്റർ ട്വിൻ ടർബോ ചാർജ് V8 എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. 0 to 100 km/h എത്താൻ വെറും 3.5 സെക്കൻഡ്സ് മതി. ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 325 km/h ആണ്. DB12 മുമ്പ് ആസ്റ്റൺ മാർട്ടിൻ അവരുടെ എല്ലാ കാർസിലും യൂസ് ചെയ്തിരുന്നത് മെർസീഡീസിന്റെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ DB12 വന്നിരിക്കുന്നത് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്ന ആസ്റ്റൺ മാർട്ടിൻ ഇൻ ഹൗസ് ഡെവലപ്പ് ചെയ്ത ഒരു 10.3 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ആസ്റ്റൺ മാർട്ടിന്റെ ആ ഒറിജിനൽ ക്ലാസി ഇന്റീരിയർ ഡിസൈനിലേക്ക് പുതിയ സ്ക്രീൻ കൂടെ വന്നപ്പോൾ ഇതൊരു പെർഫെക്റ്റ് മോഡേൺ ഡേ GT കാറായി മാറിയിട്ടുണ്ട്. ഓരോ ബയറിന്റെയും പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് സ്പെക് ചെയ്യുന്ന കാറുകളായതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സാക്ട് പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം 1.2 മില്യൺ റിയാൽസ് ആണ് ഖത്തറിൽ ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്.